എന്നെ ഇപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാറ് ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുപോലെ പെയിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ തന്നെ അതിൽ നിന്നാണ് ഒരു തുടക്കം. അപ്പോൾ ഈ കേർട്ടൻ ഇങ്ങനെ നോക്കി ഉള്ള വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങാറ്. അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടാവും. ചില ദിവസം നല്ല രീതിക്ക് റിക്കവർ ആയ പോലെ തോന്നുമെങ്കിലും ഇന്നത്തെ ദിവസം രാവിലെ എനിക്ക് നല്ല പെയിനായിരുന്നു. പെയിൻ എന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത, നമുക്ക് ഈ സ്റ്റാബ് ചെയ്യുന്നൊരു പെയിനൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു പെയിനാണ് കേട്ടോ. ഇനി സത്യം പറയുകയാണെങ്കിൽ സഹിക്കാവുന്നതിൻ്റെ അപ്പുറമുള്ള പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉറക്ക കരയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അല്ലുട്ടനും തുമ്പമ്മയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ഇന്ന് അമ്മ വേഗം തന്നെ എല്ലാം സെറ്റാക്കുകയാണ്. അല്ലുവിനെയും തുമ്പിനെയൊക്കെ വേഗം കുളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം എന്താ വെച്ചാൽ കുറച്ച് അലക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊന്ന് വീട്ടിൽ പോയിട്ട് അലക്കി വരണം. അപ്പോൾ ഉഷമ്മയും പാച്ചച്ചനും രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു. മക്കൾക്ക് കഞ്ഞിയൊക്കെ ആക്കിയിട്ട് രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു. ഞാനിതാ വാവയ്ക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം കുറച്ച് എക്സ്പ്രസ് ചെയ്തിട്ടാണ് കൊടുക്കുക. എന്നിട്ട് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് എക്സ്പ്രസ് ചെയ്തു. കൈയൊക്കെ കണ്ടില്ല, ഈ അവസ്ഥയാണ് കേട്ടോ. നല്ല വേദനയാണ്. അമ്മമ്മയും മക്കളും കൂടെ ഇവിടെ പല്ല് തേക്കുന്ന മത്സരത്തിലാണ്. ഓരോ കാണിച്ചു കൊടുത്തിട്ട് തേപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ അവരെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈശാഖേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ NICU വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം, പിന്നെ ചായ അത് ഇതൊക്കെ വാങ്ങിക്കാനും ഒക്കെ പോകണം കേട്ടോ. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഏട്ടന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നിനൊരു സമയവും കിട്ടിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെ നിന്നാണ് പെയിൻ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഹോൾ ബോഡി പെയിന്, പിന്നെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് പെയിന്, പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട്. അപ്പോഴത്തേക്കും ഉഷമ്മയും പാച്ചൂച്ചനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു തടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു വീക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിൻമെൻറ്റ് തന്നിട്ട് അത് തേക്കുകയാണ്. അങ്ങനെ അല്ലുട്ടനും തുമ്പിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ പോകുമ്പോൾ അവർ അലമ്പായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മമ്മ അലക്കി ഒന്ന് സെറ്റാക്കി ഫുഡൊക്കെ അമ്മമ്മ ഉണ്ടാക്കുന്നുണ്ട്. പ്രേമമ്മ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റീനമ്മ പോയി അലക്കി ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. സാധാരണ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. ഉഷമ്മ ഉണ്ടാക്കി പാച്ചച്ചൻ്റെ അടുത്ത് കൊടുത്തു വിടാറാണ്, അല്ലെ അമ്മ ഇടയ്ക്ക് വരും. പക്ഷേ ഇന്നിപ്പോൾ അമ്മ എന്തായാലും അലക്കാൻ പോകണ്ടല്ലോ, അപ്പോൾ അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങ് അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് അമ്മ പോയിട്ടാണ്. അമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈശാട്ടനും പോയി. ഇനി ഇവിടെ അച്ചച്ചനും മക്കളും അച്ചമ്മയും തമ്മിലുള്ള യുദ്ധം നടക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യ ചേച്ചിയും വന്നു കേട്ടോ. എൻ്റെ കുളിയൊക്കെ രാവിലെ തന്നെ അമ്മ കഴിപ്പിച്ചിട്ടാണ് കേട്ടോ അമ്മ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൂണ്ട് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ അമ്മയ്ക്ക് കുറച്ച് പേടിയാണ്. കാരണം അമ്മ പറയാത് അമ്മേനേക്കാളും എക്സ്പേർട്ട് വിദ്യ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി വന്നിട്ടാണ് അതൊക്കെ ചെയ്യാറ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാവയ്ക്ക് പാൽ എക്സ്പ്രസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ചേച്ചി വൂണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ കാലിൽ ആ സോക്സ് ഇട്ട് കഴിഞ്ഞാലൊരു ബലമാണ് കേട്ടോ. അപ്പം ഏട്ടനത് ഇട്ട് തരാണ് കേട്ടോ. പക്ഷേ ഒരു ദിവസം അങ്ങനെ ഇട്ടപ്പോൾ നല്ല നീര് വന്നു. അതുകൊണ്ട് ഞാൻ അഴിച്ചിട്ട് എനിക്ക് ഒരു സപ്പോർട്ട് വേണം തോന്നുന്ന സമയത്ത് ഞാനത് എടുത്തിടാറാണ്. ചേച്ചി അമ്മയും വളരെ പാടുപെട്ടിട്ടുകൊണ്ടിരുന്ന സോക്സ് ഏട്ടൻ വളരെ സിമ്പിളായിട്ടിട്ട് കണ്ടപ്പം ചേച്ചി പറയണ്ട, നീ ഇപ്പോൾ ഇതിൽ ഭയങ്കര എക്സ്പേർട്ടാണല്ലോ, എന്നാൽ നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ഇനി വാവേൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ബ്രസ്റ്റ് ഫീഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കൊടുത്തത് പാലടയിൽ കൊടുക്കുമല്ലോ, അതായത് ഒരു പാത്രത്തിൽ, കുഞ്ഞി പാത്രത്തിൽ, ഗോകർണത്തിൽ, അതിൽ കൊടുത്തപ്പം വാവ അതിനോട് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ബാക്കി കുറച്ച് എക്സ്പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് വരുന്നത്. ഒരു ഇച്ചിരി തല പൊങ്ങി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീക്കുന്നുള്ളത് എൻ്റെ സ്വഭാവമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി അങ്ങോട്ട് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, നമുക്ക് നടന്ന് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈശാട്ടനും കൂടെ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ NICU മുന്നിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി പോയി വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു. അപ്പോഴും ഞാൻ നടന്ന് തന്നെയാണ് വന്നത്. അപ്പോഴൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ നടത്തത്തിൻ്റെ വേദന ഞാൻ ശരിക്കും പറഞ്ഞത്. എന്നാലും നടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നടന്നാൽ മാത്രമേ ഇതിൻ്റെ സ്റ്റിച്ച് വേഗം ഉണങ്ങുകയും അതുപോലെ നമുക്കൊരു ബാക്ക് ടു നോർമൽ പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നടക്കണം എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നടന്നു തന്നെയാണ് പോയി വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പെയിനും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് സ്റ്റിച്ചിൻ്റെ ഒരു സൈഡിലൊരു നോട്ട് ഉണ്ടാവില്ല, ഒരു കുഞ്ഞിക്കെട്ട്, അതിങ്ങനെ ഉരഞ്ഞിട്ട് ഭയങ്കര പെയിനായിരുന്നു. പിന്നെ മീൻസ് ഡെലിവറി സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് ഇങ്ങോട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പണിയാണ്. അത് അനുഭവിച്ചവർ കുറേ പേരുണ്ടെന്ന് കഴിഞ്ഞ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി. ഈ ഒരു വേദന അനുഭവിച്ചവർ ഒരിക്കലും അത് മറക്കൂല. ഇവിടെ എന്താ നടക്കുന്നത് അറിയോ, തുമ്പിമോള് പ്രസവിച്ച് ഗൈസ്, അതാണ് കുട്ടി. ഇത് എന്നിട്ട് തുമ്പിമോളെ കണ്ടില്ല, എന്നെ വൈശാഖേട്ടൻ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തുന്നു, കാലെടുത്ത് വെക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് കണ്ടിട്ട് അതുപോലെ ചെയ്ത് കൂട്ടുക. എല്ലാവരും ഇത് നോക്കി പെരിഞ്ചിരിയിരുന്നിട്ടോ. ഓളെ കൊണ്ടുപോവാണ്, ഓൾ പ്രസവിച്ച ഓളെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തുന്നത് നിങ്ങൾ കണ്ടോളി. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കിടത്തുകയാണ് കേട്ടോ. അവൻ്റെ ഭാര്യയാണോ അല്ലേ. എന്നിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കിടത്തി കൊടുക്കുന്നതാണ്. എനിക്കിങ്ങനെ കാല് സ്വന്തയ്ക്ക് ഇങ്ങനെ കട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാൻ പറ്റില്ല. വൈശാഖ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കയറ്റി വെക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവരിപ്പോൾ ഈ കളിക്കുന്നത്. കുട്ടീനെ എടുത്തുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും തുമ്പി.
അങ്ങനെ തുമ്പീൻ്റെ പ്രസവവും കഴിഞ്ഞ്. അപ്പോൾ ഞാനും നോക്കി ഇവരെന്താ ചെയ്യണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടല്ലോ, ഇവർ ഭയങ്കര കളിയാണല്ലോ. അപ്പോൾ അത് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളത്രയും ഇവർ ഒബ്സേർവ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്യുകയാണേ. അപ്പോൾ ചേച്ചി അമ്മയൊക്കെ ഇത് നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് പശുവിനെ കറക്കാണ്ടല്ലോ ഉച്ചയ്ക്ക്, അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തണം. അപ്പം റീനമ്മേനെ വിളിച്ചിട്ട് വേഗം ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അമ്മ ഫുഡൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ വൈശാട്ടൻ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങോട്ട് ഏട്ടൻ കൊണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. കൊണ്ടാക്കാൻ വേണ്ടി പോയി താഴെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും ചെറിയച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക്. അപ്പോൾ ചെറിയച്ഛൻ്റെ കൂടെയാണ് അമ്മ അങ്ങോട്ട് പോയത്. ഇനി ഇങ്ങോട്ടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ അപ്പോൾ ഓരോ പ്രസവമൊക്കെ അവിടെ കഴിഞ്ഞാൽ കിടക്കുകയാണ്. അമ്മ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അമ്മ കുറച്ച് റൈലിലേക്ക് നടക്കും. AC ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് തീരെ പറ്റണില്ല കേട്ടോ ഉഷമ്മയ്ക്ക്. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ അതാ പോയി. അപ്പോൾ റീനമ്മ വന്നിട്ടുണ്ട്. അലക്കാനുള്ളതൊക്കെ അലക്കി ഭക്ഷണമൊക്കെ കൊണ്ട് വന്നതാണ്. അപ്പോൾ ഏട്ടൻ പുതിയ ഒരു ഗെയിമിൻ്റെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഗെയിം കളിക്കുക. അങ്ങനെ ഫോൺ കളിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഉച്ചയൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ NICUവിൽ പോയിട്ട് ആദ്യം നമ്മളിവിടുന്ന് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് ബോട്ടിലാക്കി കൊണ്ടു കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഞാൻ തന്നെ പോകണമല്ലോ. സോ 2 അവർ കൂടുമ്പോൾ നമ്മൾ പോയി ഫീഡ് ചെയ്ത് വരികയായിരുന്നു. അവൻ ഫീഡ് ചെയ്യാനൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് അവനെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കും സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സമാധാനം. ലൈക്ക് എന്താ പറയുക, നമ്മളെ കുഞ്ഞ് ഓക്കെ ആയി എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അത് പലരും പല സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി എന്നുള്ളത് കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിയാണല്ലേ, നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മറ്റുള്ളവർ NICUവിൽ കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് നോക്കി നോർമലി ഒരു ഓയോ NICUവിലാണല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കി കാണും അല്ലേ. പക്ഷേ അവനവന് ഒരു അനുഭവത്തിൽ വരുമ്പോൾ അത് എത്രത്തോളം പെയിൻഫുള്ളാണ്, എത്രത്തോളം എക്സ്ട്രീമായിട്ട് നമ്മളത് അനുഭവിക്കണം എന്നുള്ളത് മനസ്സിലാവണത്. ഞാനിപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അല്ലുവിൻ്റെ തുമ്പിൻ്റെ ഒന്നും കാര്യത്തിൽ. അപ്പം മോൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്ന അച്ഛന്മാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടോ. അങ്ങനെ എന്തായാലും നേരത്തെ എൻ്റെ ആക്രാന്തത്തിൻ്റെ മുകളിലുള്ള നടത്തം നിങ്ങൾ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ വീണ്ടും വീൽ ചെയറിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ആ വീഡിയോ കോളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വൈശാഖേട്ടൻ കുട്ടിക്ക് ഗെയിം വാങ്ങി കൊടുത്തതിൻ്റെ ഉള്ളിൽ കളിച്ച് കുത്തിരിക്കുകയാണ് ബാക്കിൽ. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു 1.5 സർപ്രൈസ് കിട്ടി. ആക്ച്വലി എൻ്റെ അമ്മയെ ഞാൻ ശരിക്കും എനിക്ക് അറ്റാക്ക് വരാഞ്ഞ് നന്നായി. ഞാൻ എൻ്റെ കിച്ചുട്ടനെ കണ്ടു ഗൈസ്. വൈശാഖേട്ടൻ ചപ്പാത്തി വാങ്ങാൻ പോയിട്ട് വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അമ്മ വാതിൽ തുറന്നിട്ട് ഓവർ അയ്യോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചാരപ്പം ഇത് എന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി. ഇത് മാമനെ കണ്ടു. അപ്പച്ചിന്റെ അമ്മ എന്റെ കാനില്ല പൈസ ഇവിടെ എത്തിപ്പോയി. അല്ലെങ്കിൽ 4 ചപ്പാത്തി വേണ്ട ചപ്പാത്തി കഴിച്ചാക്കി ശരിയല്ല. എനിക്ക് വിശക്ക് നല്ല ഒന്നും കഴിച്ചില്ല. ചോറുണ്ട്. ഇല്ല ഞാൻ അമ്മച്ചി അവിടെ വീട് എവിടെയാ? ഇവിടെ വഴി നാളെ കുട്ടീനെ വാങ്ങാനുള്ള തന്തയാ മടിയിൽ പേടി. ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജില്. സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഒരു ഗേറ്റും പൂട്ടി വാതിലൊക്കെ പൂട്ടി കിടന്നിറങ്ങുന്നുണ്ടാവും. മുകളിലേക്ക് ആക്കിയാ മതി. ചേച്ചി ചേച്ചി ചുട്ടന്റെ ചേച്ചി കയ്യും അങ്ങനെ വെക്കല്ലേ വെക്കട്ടെ. ആണടി അപ്പച്ചിനോട് ഇങ്ങനെയൊക്കെ ചിരിച്ചുന്നുണ്ട്.
ക്യാൻഡില പിടിക്കല്ലേ. വീഡിയോ അപ്പച്ചിയുടെ ഷൊട്ടിനോ വേണോ പാല് വേണോ പാല് വേണോ വേണോടി ചേച്ചി വേക്കുന്ന വർക്കില്ല കേട്ടോ. ചേച്ചി വലിയ വ്ളോഗർ അവിടുത്തെ നഴ്സുമാരെയും ഒക്കെ എടുക്കുന്നുണ്ട്. എന്റെ അങ്ങൾ ഇങ്ങനെ കാടിയായിട്ട് നോക്കണേ. റവന്യൂ ഒന്നും തടി കാണില്ലല്ലോ. എന്താണ് ഇത് തലയിലങ്ങനെ പിടിക്കുക? തല അങ്ങനെ ആക്കിയത് കുഞ്ഞുമാവിയാ. എടാ ഇവർ വരുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇവനെ അങ്ങ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണ് ആ കട്ടിൽ നിന്ന് എണീറ്റതെന്നോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി കൈയഴുകി തിരിച്ചു വന്ന് ഇവനെ എടുത്തതെന്നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഞാൻ വീൽ ചെയറിലാണ് NICU ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാനാണ് ഓടിപ്പോയി കൈയഴുകി ഇവനെ എടുക്കുന്നത്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചത് എനിക്ക് ഇപ്പോൾ വേദന ഒന്നും ഇല്ലടിയെന്ന്. അപ്പോൾ അത്രയും ഞാൻ എക്സൈറ്റഡ്. എനിക്ക് എങ്ങനെയാണ് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടറിയില്ല. കാരണം ഓരോ പ്രാവശ്യം ഞാൻ അവനെ കാണുമ്പോഴും വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് എടുക്കാൻ അത്രയും ആഗ്രഹമുണ്ട്. ഇവൻ്റെ 28-ന് പോകണമെന്ന് ആഗ്രഹിച്ചു നിന്ന ഞാനാണ്. ആ സമയത്ത് ഞങ്ങൾ അച്ഛമ്മ മരിച്ച് എൻ്റെ 28 നടന്നില്ല. 56-ലേക്ക് ആക്കിയപ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് എന്നെ പോകാൻ അനുവദിച്ചില്ല. അങ്ങനെയൊക്കെ കൂടെ ഞാൻ ആകെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. അപ്പം എൻ്റെ ചെക്കൻ എൻ്റെ കയ്യിലേക്ക് കിട്ടിയതെന്നാണ്. എനിക്ക് എങ്ങനെയാണ് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അത്രയും ഞാൻ ഹാപ്പി ഉണ്ടായിരുന്നു ഇവനെ കണ്ടപ്പോൾ. ഓനാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു പരിചയക്കുറവും കാണിക്കില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഭയങ്കര വർത്താനവും ചിരിയൊക്കെ ആയിരുന്നേ. അങ്ങനെ എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അതായത് വൈകുന്നേരമൊക്കെ അമ്മ അപ്പൂനെയും ആര്യനെയൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം ഒന്നും ഇവർ ഫോൺ എടുക്കുന്നില്ല. അപ്പം എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ മോന് വാക്സിൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടിലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നേ. പക്ഷേ ഇതാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഇവരെന്തായാലും ഇവിടെ കുറച്ച് നേരം നിന്ന്, ഇവിടെ ആക്ച്വലി അങ്ങനെ കടത്തി വിടുന്നില്ല. അപ്പം സെക്യൂരിറ്റീനോട് കുറേ കഥ അടിച്ചിട്ടാണ് കയറിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവൻ അമ്മമ്മേൻ്റെ അമ്മച്ചൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം അവിടെ നിന്നിട്ട് നാളെ രാവിലെ വരാമെന്നും പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ അവനെ കണ്ടിട്ട് മതിയായിട്ടില്ല. പിന്നെ അതാ അല്ലും തുമ്പിയും ഒക്കെ ആര്യനെയും അപ്പൂനെയൊക്കെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഓരോ കൂടെ കളിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് NICU കോൾ വരുന്നത്. വാവ എണീറ്റിട്ടുണ്ട് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പം ഇവർക്ക് വാവേനെ കാണാൻ പറ്റുമോ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. NICUലേക്ക് എന്തായാലും കടത്തി വിടില്ല, അമ്മേനെ അച്ഛനെയും മാത്രമേ കടത്തി വിടുള്ളൂ. അങ്ങനെ ഞാനും വൈശാഖേട്ടനും കൂടെ അതാ വാവയ്ക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. വീൽ ചെയറിലാണ് കേട്ടോ പോണത്. കാരണം എനിക്ക് രാവിലെ തൊട്ടിട്ട് ആ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷേ അമ്മ അറിയാം വീൽ ചെയറൊന്നും വേണ്ട, അവളിപ്പോൾ തുള്ളിച്ചാടിയാണ് ബാത്റൂമിലേക്ക് ഓടിയത് വാവേനെ എടുക്കാൻ വേണ്ടി, കൈ കഴുകാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഏട്ടനോട് പറയാൻ കേട്ടോ. അങ്ങനെ പാല് കൊടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വീൽ ചെയർ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സ്റ്റാഫിനെ വിളിച്ചപ്പോൾ അവർ ഇച്ചിരി ടൈം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിസ്ക് എടുത്ത് നടന്നു കേസ്. കാരണം ഇച്ചിരി നേരം കൂടെ കിച്ചുവിൻ്റെ അടുത്ത് ഇരിക്കാമല്ലോ വിചാരിച്ച്. നമ്മുടെ ആവശ്യമാകുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ നടക്കുമല്ലോ. അങ്ങനെ നടന്ന് അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കിച്ചുട്ടൻ ഇപ്പം പോകൂട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ചെക്കൻ ഉറങ്ങിയിട്ടാ. പക്ഷെ എന്നാലും എനിക്ക് അതിനെങ്ങനെ കണ്ടിട്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കി, അവിടെ അടുത്തിരുന്ന് നോക്കി. മൂപ്പര് എണീക്കണ ലക്ഷണമൊന്നും കാണാഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് എടുത്ത് കേട്ടോ. സത്യം പറയണമെങ്കിൽ ഞാനിങ്ങനെ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഓൾറെഡി നല്ല പെയിൻ ഉണ്ടായിരുന്ന ഞാനാണ്. പക്ഷെ ഇവനെ കണ്ടപ്പോൾ ഞാനതൊക്കെ മറന്നുപോയി. എനിക്കെന്താ പറയണ്ടേ, എനിക്കെന്തോ ഭയങ്കര നിധി കിട്ടിയല്ലോ ആയിപ്പോയി. ഭയങ്കര സന്തോഷമായി. എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനിട്ട് പറയായിരുന്നേ, അപ്പു അല്ലു എന്നാണ് വരുന്നത്. അപ്പു ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലുക്കായിരുന്നു കേട്ടോ അവന്. അതായത് ഒരു ഡുണ്ടുമോനായിരുന്നു അവൻ. ഞാൻ അത്ര ഡുണ്ടുമോളല്ലായിരുന്നു, ഞാൻ വലുതായപ്പോഴാണ് ഡുണ്ടുവായത്. പക്ഷേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ആൽബത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ. ഇതുപോലെ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതിയിട്ടൊരു ഫോട്ടോ. അപ്പോൾ ഇവനെ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയായിരുന്നു. എവിടെയോ ഒരു ചായ കാച്ചൽ പണ്ടത്തെ എൻ്റെ ഉണ്ടോയെന്നൊക്കെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അമ്മ ആരൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ആര്യൻ്റെ ചുണ്ട് പോലെ തോന്നുന്നുണ്ട്, അപ്പൂൻ്റെ പണ്ടത്തെ ഫോട്ടോ, എൻ്റെ പണ്ടത്തെ ഫോട്ടോ, പിന്നെ ചില സമയത്ത് തേജുവിനെ പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ചില സമയത്ത് പിന്നെ തുമ്പമ്മ ജനിച്ച പാടും തുമ്പീൻ്റെ ഇടയോ ഒരു ഫീച്ചർ എനിക്ക് തോന്നി. അങ്ങനെ എന്തൊക്കെയോ കയ്യും കാലും ഒക്കെ കാണുമ്പോൾ അല്ലുട്ടണ പോലെ തോന്നി. അങ്ങനെ ആരൊക്കെയോ ആണ്. പക്ഷേ പക്കാ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ചച്ചൻ്റെ ഒരു ടച്ചാണ് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ടപ്പോൾ തോന്നി കേട്ടോ. എന്തായാലും ആരായാലും ഓനെനിക്ക് കണ്ടല്ലോ, ഞാൻ ഓനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഭയങ്കരമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ആകെയിലൊരു ഓന് ആകെയിലൊരു കുഞ്ഞിന് ആദ്യത്തെ ഉണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. അങ്ങനെ അപ്പോൾ എന്തായാലും
അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഒരു വരും കേട്ടോ. അപ്പം ചെറുതിനെ NICUവിൽ എന്തായാലും അവർക്ക് ഇന്ന് കാണാൻ പറ്റില്ല. പക്ഷേ അതായത് നാളെ അവനെ നമ്മളെ കയ്യിലേക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മോന് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മോനെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക, ദൈവമേ അവനെ നാളെ കിട്ടണേന്ന്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവനെ കണ്ടിട്ട് ഇവർക്ക് പോവാമല്ലോ. അപ്പോൾ ഓര് പോയതുകൊണ്ട് തുമ്പം അവിടെ പെരുങ്കരച്ചിലാണ് കേട്ടോ. അല്ലുട്ടനോ പോവല്ലേ പോലെയെന്ന് കേട്ടോ കേട്ടില്ല. അവനെ ഓരോ കൂടെ ഓടി ഒരേ അവിടെ ആക്കി കൊടുത്തിട്ട് വരാം. കാരണം നമ്മളാ വീട് അവർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വഴി അറിയില്ല. അപ്പോൾ വൈശാട്ടൻ വഴി കാണിച്ചു കൊടുക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ അല്ലുട്ടനും പോയി. ഇവൾ വിചാരിച്ച് ഓരോ കൂടെ പോയതാണെന്ന് വെച്ചിട്ട് കരച്ചിലാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമ്മളെ വാവേനെ കൊണ്ടുവരാൻ പറ്റട്ടെ അല്ലേ. പിന്നെ അവർ നേരെ പോയത് അമ്മമ്മയ്ക്കും അമ്മച്ചനും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ തീരെ പ്രതീക്ഷിക്കുന്നില്ല. വൈശാഖേട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അമ്മമ്മയെ ഫുഡ് ഉണ്ടാക്കി വെക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഈ രാത്രി ഏത് ഫ്രണ്ട്സാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന അമ്മമ്മേൻ്റെ മുമ്പിലേക്കാണ് അപ്പു ആരെയും കുഞ്ഞാവേനെയും കൊണ്ട് ചെല്ലുന്നത്. കിച്ചണിലാണ്. അപ്പോൾ അമ്മമ്മ ആകെ വണ്ടറടിച്ചു കേട്ടോ. വേഗം പോയി ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ചെറുതിനെ വാങ്ങി. അമ്മമ്മയും അമ്മച്ചനും ഇതുവരെ മോനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വേഗം വാങ്ങി അമ്മച്ചനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുട്ടൻ ഇപ്പോൾ ഇന്നാണ് കോഴിക്കോടേക്ക് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ അച്ചച്ചനെ ഓൾറെഡി ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് വന്ന് ഇപ്പോൾ അമ്മമ്മയും അമ്മച്ചനൊക്കെ കണ്ട്. അങ്ങനെ കിച്ചുട്ടൻ ഓനെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ എപ്പോഴൊന്ന് നന്നായി കണ്ടിട്ടോ. പിന്നെ അമ്മേനെയൊക്കെ ഓൾറെഡി കണ്ടതാണല്ലോ. ഓനെ ജനിച്ചപ്പോൾ തന്നെ ഓൻ്റെ അച്ഛമ്മേനെയൊക്കെ കണ്ടതാണല്ലോ. ഓക്കെ, അങ്ങനെ അമ്മച്ചനെ കൊണ്ടേ കാണിച്ചു. അമ്മച്ചന് പെട്ടെന്ന് ഉറക്കത്തുനിന്നായണ്ടേ ആരാന്നൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇതായില്ല. അപ്പൂനെ മോനാണ്. അപ്പോൾ പിന്നെ ഓൻ എന്താ കൊടുക്കേണ്ടതെന്ന് ഇനിയൊരു അമ്മച്ചനൊരു പെട്ടിയുണ്ട് കേട്ടോ. അതാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. അമ്മച്ചൻ്റെ പെട്ടിയിലാണ് അമ്മച്ചൻ്റെ കുഞ്ഞു സമ്പാദ്യം, അതുപോലെ മിഠായി, ഇങ്ങനെ കുട്ടികളെ വശത്താക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലിങ്ങനെ തപ്പ് തരുന്നത്രേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയി കിച്ചുട്ടിനെ കണ്ടിട്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വരാം. ബൈ.